ചേച്ചിയുടെ പേരെന്ന് പറയാവോ? ഇത് പെണ്ണമ്മ ചേച്ചിയാണ് നമ്മളൊപ്പം ചേരുന്നത്. പെണ്ണമ്മ ചേച്ചിക്ക് 2-3 പട്ടികളെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പെണ്ണമ്മ ചേച്ചിനെ സംബന്ധിച്ച് ചേച്ചിക്ക് പറയാനായിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ സ്പോട്ടിൽ നിന്ന് കാണാം. അതിനുപരി ബാക്കിയുള്ള പെണ്ണമ്മ ചേച്ചിയുടെ വേറെ കഥകളും ചരിത്രങ്ങളൊക്കെ പറയാനുണ്ട്. അത് നിങ്ങൾ കേൾക്കണം, കേട്ടേ പറ്റുള്ളൂ. ചേച്ചി ഇവിടെ ഈ കാലത്തിൽ ഇവിടെ പോലീസുകാരെല്ലാം വന്ന് ചേച്ചിയോട് ചോദിച്ചായിരുന്നു ഇങ്ങനെയുള്ള ഈ ഏരിയയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചായിരുന്നോ? തൊടുപുഴ സ്റ്റേഷനിൽ നിന്ന് വന്നപ്പോൾ എവിടെയാ പോലീസുകാർ എവിടെയാ വന്ന് വണ്ടി ലാൻഡ് ചെയ്തേ? അവിടെയല്ലേ? അവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ടാ പോയതല്ലേ? ഇഞ്ചമുള്ളിന്റെ അകത്ത് എടുത്താ. ഈ ശവം എവിടെയാ ചേച്ചി? ചേട്ടൻ എവിടെയായിട്ടാ ചേച്ചി? അതായത് ഇവിടെ വന്നു കഴിഞ്ഞാല് ഈ ഒഴുക്കിപ്പെട്ട കുട്ടി മരിച്ച ആ സ്പോട്ട് ഇവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അപ്പോൾ കാരണം ഈ വീടിന് തൊട്ട് നേരെ താഴെയാണ് ഈ സംഭവം ഇൻസിഡന്റ് നടന്നേക്കുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് തന്നെ ഇന്ന് കാണിച്ചു ചേച്ചി, ചൂണ്ടി കാണിച്ചു ചേച്ചി, അതേ കാണുന്നത്. അതായത് ഇവിടെ വെള്ളം പതഞ്ഞ മോനെ കൈ കൊണ്ട് നമുക്ക് വെള്ളം പതഞ്ഞു കിടക്കുന്നത് എങ്ങോട്ടാ സുഹൃത്തുക്കളെ? വെള്ളം പതഞ്ഞു കിടക്കുന്നത് ഇവിടെ വെള്ളം പതഞ്ഞ ഞാൻ ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോയാണ്. ഈ കാണുന്ന ആ കൃത്യ സ്പോട്ടിലാണ് ഈ കുട്ടി ഒഴുകി വന്ന് കിടന്നത് അല്ലേ ചേച്ചി? ഈ ചെറുക്കൻ എവിടെയായിട്ടായിരുന്നു? എവിടെ? അവരാ കുളിക്കാൻ നിൽക്കുന്നേ അവിടെ അല്ലേ? അവിടെ ആ വെള്ളത്തിൽ ഒഴുകിയല്ലേ ചേച്ചി? അതാണ് ചേച്ചി ചോദിക്കുന്നത്. ആ വെള്ളത്തിൽ ഒഴുകത്തില്ല. ഒന്നോടെ പറഞ്ഞു ചേച്ചി. 18 വയസ്സുള്ള കൊച്ച് പേപ്പറിൽ കൊടുത്തു വെള്ളത്തിൽ ഒഴുകി പോയിന്ന്. ആ വെള്ളത്തിൽ ഒഴുകി പോവോ? വെള്ളത്തിൽ ഒഴുകി പോയാൽ യാതൊരു സാധ്യതകളും കാണുന്നു. ഞങ്ങൾ അത് തന്നെയാണ് ചർച്ച ചെയ്തത്. ഈ നേരം വരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ വീട്ടുകാരോട് ഈ ഒഴുകിപ്പോകാൻ യാതൊരു സാധ്യതയില്ല. കാരണം ഒരു 2 ഇഞ്ച് കൂടുതൽ വെള്ളത്തിന് ഇവിടെ കനവില്ല. 2 ഇഞ്ചിന് 2-3 ഇഞ്ച്. അവർ രണ്ടുപേരും കൂടി അവിടെ വീണെങ്കിൽ ആ വെള്ളം ഒഴുക്കിക്കൊണ്ട് വന്നാൽ ആ കുഴിയിലെ കിടക്കുള്ളൂ. അവിടെ ഒരു കുഴി കിടക്കുന്നത് കണ്ടോ? അതെ, കുഴിയിലെ കിടക്കുള്ളൂ. ഇത് അവിടെ നിന്ന് ഒഴി താഴെ പോയി എന്ന് പറഞ്ഞാൽ ഈ കല്ലുംകൂട്ടക്കകത്തോടെ എങ്ങനെ പോകും? ചേച്ചി ആ സമയത്ത് ഈ പിള്ളേർ വന്ന സമയങ്ങൾ വല്ലതും ചേച്ചിക്ക് വല്ലതും കാണാനോ വല്ലതും പറ്റിയോ? ഇല്ല. ഈ പിള്ളേർ ഇവിടെ വന്നു രാവിലെ 7 മണിയായപ്പോൾ ഇവിടെ ഈ ഏരിയ വന്നു, അവിടുന്ന് പോകുന്നു. എന്താണേലും ഒരു 8-8 കൂടി ഇവിടെ വന്നിട്ടുണ്ടായി ഈ സ്പോട്ടിൽ. ഇങ്ങനെ പിള്ളേർ വന്ന് ഇങ്ങനെ ആൺപിള്ളേരും പെൺപിള്ളേരൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ ക്യാമ്പ് അടിക്കാറുള്ള. അപ്പൊ ഇങ്ങനെ ഇവിടെ പോലീസുകാർ വല്ലതും അന്വേഷിക്കാനായിട്ട് വരാറുണ്ട് ഏരിയയില്? ഇത് ഏത് സ്റ്റേഷന്റെ പരിധിയാ? മുട്ടൻ സ്റ്റേഷന്റെ പരിധിയാണല്ലേ? ഇവിടെ വന്ന് പോലീസുകാർ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് പോകും. ഏത് ഇഞ്ചമുള്ളിന്റെ അകത്തുനിന്ന്? അവിടെ ഈ വെള്ളത്തിൽ കിടക്കുവായിരുന്നത്. ചേച്ചി ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? ചേച്ചി ഈ പൊക്കി എടുക്കുന്ന പോലീസുകാർ വന്നപ്പോൾ ഈ കൊച്ചിനെ പൊക്കി എടുക്കുന്നതിന് മുമ്പ്, അതായത് ഈ വെള്ളത്തിൽ കിടക്കുന്നത് ഇവിടുന്ന് എന്താണെങ്കിലും കാണാൻ പറ്റും. ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ പറ്റും. കണ്ടില്ല. ആർക്ക് അത് അങ്ങനെ അവിടെ വന്ന് കിടക്കാനായിട്ട് ഒരു കുഴി അവിടെ ഇല്ലല്ലോ ചേച്ചി? അതാ ചോദിക്കുന്നത്. വെള്ളം ചാടുന്നിടത്തൊരു കുഴിയുണ്ട്. പക്ഷെ എന്നാലും ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ ആ കുഴിയിലേക്ക് കാണാൻ പറ്റിയല്ലേ? കാണാൻ പറ്റും. പക്ഷെ സന്ധ്യക്ക് ഞങ്ങൾ അങ്ങനെ പോകാറില്ല എന്ന് പറഞ്ഞാൽ. സന്ധ്യക്ക് ഏത് സമയത്ത് ചേച്ചി ഇവിടെ വന്ന് പൊക്കി എടുത്തത് ഈ കൊച്ചിനെ? വൈകിട്ട് 7 മണി. വൈകിട്ട് 7 മണിക്കാണ് പൊക്കി എടുത്തത്. ചേച്ചി എന്താ ചേച്ചി ഇവിടെ ചേച്ചിനെ എന്താ അലട്ടുന്നത്? ഇവിടെ എന്താ പ്രശ്നങ്ങൾ? ഇവിടെ ചാരായം മാറ്റ, കഞ്ചാവ് കച്ചവടം, പെണ്ണുകൊടുത്ത ഇവിടെ ഇതിനു വേണ്ടി തന്നെയാണ്. ഇവിടെ കുറെ ആൾക്കാരുണ്ട്. സത്യം ഒന്നും പറയാൻ പറ്റില്ല. ഞെക്കിക്കൊന്ന് ഒന്നും ചേച്ചി പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്നും സംഭവിക്കില്ല. ഇത് ഇവിടെയുള്ള ആൾക്കാരാണോ ഇതിന് കൂട്ടു നിൽക്കുന്നേ? ഇത് പോലീസിന്റെ ഒത്താശയോട് കൂടിയാണോ, അല്ലെങ്കിൽ പോലീസ് പേടിക്കുന്നുണ്ടോ? പോലീസിന് അറിയത്തില്ല. അത് ആൾക്കാർ പുറത്ത് പറയാൻ പേടിക്കുന്നുണ്ട്. ചേച്ചിക്ക് ഇവിടെ സുരക്ഷിതമാണോ? ഇത് ഈ വീട് എത്ര കാലമായി പണിതിട്ട്? എത്രയാ? 5 വർഷമായി. ഇതിനു മുമ്പ് എവിടെയായിരുന്നു? കാഞ്ഞാറ്. ചേച്ചി തന്നെയാണ് അവിടെ താമസം? അതെയോ? ചേച്ചി രാത്രി സമയങ്ങളായി ആൾക്കാർ രാത്രിയില്ല, പകലാണ് ആൾക്കാർ. ഈ 3 പട്ടിയുടെ സംരക്ഷണത്തിലാണ് ചേച്ചി കഴിയുന്നതെന്ന് പറയാല്ലേ ചേച്ചി? നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടോ പെരക്കിയ വീടിന്? ഇത് പുറമ്പോക്ക്. ചേച്ചി പുറമ്പോക്ക് ഭൂമിയിലാണ് താമസിക്കുന്നല്ലേ? പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും ഇവിടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചേച്ചി കിട്ടാറുണ്ടോ? പഞ്ചായത്തിൽ നിന്ന് ആരും വരാറുണ്ടോ? കറണ്ട് കണക്ഷൻ ഉണ്ടോ അവിടെ? കറണ്ടും ഇല്ല. എന്തെങ്കിലും ആശുപത്രി പോകാനുള്ള ആവശ്യമായിട്ട് ബന്ധപ്പെട്ട്
വഴിയുണ്ട് അതിലെ തൊട്ട് മുകളിൽ കൂടെ ഇങ്ങനെ ഒരു വഴിയുണ്ടല്ലേ? ഈ കാണുന്ന വഴിയാണല്ലേ? റോഡായി അതെല്ലേ? അന്നയിടയ്ക്ക് ഭയങ്കര ശല്യമായിരുന്നു. എന്തായിരുന്നു ശല്യങ്ങള്? ഞാനിവിടെ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി ഇതുകൊണ്ട് എൻ്റെ പേരുടെ മൂളൊക്കെ കാണിച്ചു വെച്ചേക്കണേ. ഞാൻ പോകാൻ വേണ്ടി ചെയ്ത് വെച്ചേക്കുന്നത്. എന്നെ കാണിച്ചേക്കുന്നേ? അതിൻ്റെ അവിടുന്ന് തോട്ടിയിട്ട് പൊക്കി ആ ഷീറ്റ് വലിച്ചു തീർക്കണം. ഷീറ്റ് ഇവിടെ ചേച്ചിയോട് താമസിക്കാതിരിക്കാൻ വേണ്ടി? ഞാൻ താമസിക്കാതിരിക്കാൻ വേണ്ടി. ഞാൻ താമസിക്കാതിരുന്നാൽ ഇതിനകത്ത് ചാരായം വാറ്റി നടത്താൻ വേണ്ടിയാ. ഇതിന്റെ അകത്ത് എന്നോട് 2-3 പേര് ചോദിച്ചു തിരിച്ചു തരാവോന്ന് ചോദിച്ചത്. ഞാൻ കൊടുത്തില്ല. അതെല്ലേ? ഇവിടെ മാറ്റി നടക്കുന്നുണ്ടല്ലേ? ഉണ്ടുണ്ട്. ഇത് ചേച്ചി ഈ ഭാഗത്ത് മാറ്റുന്ന കാണാറുണ്ടോ? ഇപ്പൊ കുറെ ആളായിട്ട് കാണുന്നില്ല. അതെല്ലേ? എന്താണേലും ഇവിടെ എക്സൈസ് നല്ല രീതിയിലാണ് ഉണർന്ന് പ്രവർത്തിക്കുന്നത്. ഈ ഒരു ഏരിയ ഇത്ര ഉള്ളേരിയ ആയ കാരണം ആരും റിപ്പോർട്ട് ചെയ്യാതെ അറിയാൻ പറ്റിയല്ലോ. ആരും റിപ്പോർട്ട് ചെയ്യണമല്ലോ. അതാണ് ഇങ്ങനെ ഒരു കാരണം ഉണ്ടായത്. കാരണം തൊടുപുഴയുള്ള എക്സൈസൊക്കെ നല്ല രീതിയിൽ ഉണർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് അവരൊക്കെ അറിയാവുന്നതാണ്. ചേച്ചി ധൈര്യമായിട്ടിരുന്നോ? ചേച്ചി സുരക്ഷിതമായിരിക്കും ഇനി മുതൽ. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്തോ അതെയോ? വെള്ളം ചാടുന്നേ രണ്ട് ദിക്കിൽ കൂടെ വന്നിട്ടുണ്ടല്ലോ. പാറയുടെ അവിടെ, അതായത് ഒരു കോല് പോലെ നീണ്ടു കിടപ്പില്ലേ? അവിടെ കിടന്നല്ലേ? ഇതിന് എന്താണേലും ഒഴി വരാൻ യാതൊരു സാധ്യതയില്ല. അത് 100% ശരിയാണ്. നന്നായിട്ട് കാണാം. എന്തോ പാറ ഇതിൽ കൂടെ പോയി എന്ന് പറഞ്ഞാൽ വളരെ സംബന്ധിക്കും. നല്ലല്ല വന്നതാണല്ലേ ചേച്ചി? ഏരി ഞങ്ങളെ വ്യക്തമായിട്ട് കാണാനും മനസ്സിലാക്കാനായിട്ട് വന്നേ. ഈ കൊച്ചിന്റെ ഒഴി വന്നിട്ട് ഇല്ലേ ഈ കാണുന്നതോടെ ഒഴി വന്നിട്ട് ഇതിലെ ഈ കല്ലും കൂടാരത്തിന്റെ ഇടയ്ക്കോടെ ഇതിലെ ഒഴി പോയി പറയുന്നത്. എങ്ങനെ ഒഴി പോയി ചേച്ചി? സുഹൃത്തുക്കളെ, ഈ പെൺകുട്ടി ഈ ചാലിക്കോടെയാണ് ഒഴുകിപ്പോയെന്ന് പറയുന്നത്. ഈ ചാലിക്കോടെ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ അപ്പുറം ചാലുണ്ട്. അങ്ങനെ 3 ചാലാണ് ഈ ഏരിയയിലെ 3 ചാലാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ വേറെ ചാലില്ല. അപ്പോൾ ഒഴുകിപ്പോകാനുള്ള യാതൊരു സാധ്യതകളും ഈ പറയുന്ന രീതിയിലുള്ള വാർത്തയിൽ കാണിക്കുന്ന പോലെയുള്ള ഒഴുകിപ്പോകാനുള്ള യാതൊരു സാധ്യതകളും ഈ ഏരിയ കാണുന്നില്ല. അപ്പം ബാക്കിയുള്ള കാര്യം ചേച്ചി ഒറ്റ അപ്പുറം ഉണ്ട്. നമുക്ക് ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം ചേച്ചി പറഞ്ഞു തരും. ഈ അപ്പുറമുള്ള ചാലോടെ ഒന്ന് കാണിച്ചു തരാം. ഇത് ഈ കാണുന്നതാണ് അടുത്ത ചാല്. ഒരു ചാല്, അടുത്ത ചാലിത്. ഇതിൽ യാതൊരു ഒഴിപ്പോകാൻ സാധ്യതയില്ല. ഇത് വെള്ളം പരക്കിയാണ് ഒഴുകുന്നത്. മുകളിലും അതുപോലെ തന്നെ ഈ തൊട്ട് മുകളിൽ അതുപോലെ പരക്കിയാണ് ഒഴുകുന്നത്. ഞാൻ ആദ്യം കാണിച്ച ചാല് വീണ്ടും ഒന്നോടെ കാണിക്കുവാണ്. ഇത് ഈ കല്ലിന്റെ ഇടയ്ക്കോടെ ഒഴുകിപ്പോയാണ്. ചേച്ചി എവിടെയായിട്ടാ ചേച്ചി? കൊച്ചെടുത്ത് ചൂണ്ടിക്കാണിച്ച ചേച്ചി ഇവിടെ അങ്ങോട്ട് വരാട്ടോ. കുഴപ്പമില്ല. ചേച്ചി എവിടെയായിട്ടാ ചേച്ചി? എന്തോ? അതെല്ലേ? ഇവിടെ ഈ കുഴിയിലാണ് ഈ കുട്ടി കിടന്നത് എന്നാണ് പറയുന്നത്. കേട്ടോ, ഒഴുകി ഈ കാണുന്ന ചാലിക്കോടെ ഒഴി വരാനായിട്ട് ചേച്ചിയോട് ഒരിക്കൽ കൂടി ചോദിക്കുക. എന്തെങ്കിലും സാധ്യതയുണ്ടോ ചേച്ചി? ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഇത് ഈ ഒഴി വന്നാലും. അതിനുള്ള വെള്ളമില്ല. അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. പോലീസുകാർ ഇവിടെയൊക്കെ വന്ന് ഇവിടെ ഈ കുഴി വന്ന് ഇവിടെ ഒന്ന് അല്ല, അതല്ല ഞാൻ ചോദിക്കും. ഈ ഒഴുകി വന്ന ഈ ഏരിയ ഒക്കെ അളന്നു പറക്കിയെടുത്താന്ന് മീറ്റർ ടേപ്പൊക്കെ വെച്ച് അളന്നായിരുന്നോ?
ഞാൻ കണ്ടില്ല കേട്ടോ. കണ്ടില്ല. എന്താണേലും ഇത് മുട്ടം പോലീസ് സ്റ്റേഷൻ അല്ലേ? ഇത് മുട്ടം പോലീസ് സ്റ്റേഷന്റെ പരിധിയാണ്. ഇത് വേണ്ട രീതിയിലൊരു അന്വേഷണം ഈ നാളിതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പം മുങ്ങിമരണമാണേലും കൂട്ടമായിട്ട് പോലെ വന്നിട്ട് ഈ കൊച്ചിനെ മുക്കിക്കൊല്ലാൻ മേലാകിയില്ല. ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായ ഒരു സൂചനകൾ ഇവിടുന്ന് ഈ ഏരിയന്ന് നമുക്ക് ഈ സ്ഥലം സന്ദർശിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആൾക്കാര് ചേച്ചി അന്നത്തെ ദിവസം ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? അന്ന് ഉച്ച കഴിഞ്ഞാ വന്നേ. രാവിലെ ചേച്ചി അങ്ങോട്ട് പോയിരുന്നു ഫീൽഡ് വർക്കിന്. അപ്പൊ അത് കഴിഞ്ഞ് ഉച്ച എന്ന് പറഞ്ഞ സമയം എന്ന് പറയാമോ? വന്ന സമയം എന്ന് പറയാമോ? 2 മണിയാകുമ്പോൾ ചേച്ചി ഇവിടെ വന്നു. അന്നേരം ഇവിടെ ആൾക്കൂട്ടം ഉണ്ടായിരുന്നോ? ആൾക്കൂട്ടം ആരും ഇല്ലായിരുന്നു. പിന്നെ ആൾക്കൂട്ടം ഇവിടെ ആയി തുടങ്ങിയത് ഏത് സമയം മുതലാണ്? 7 മണിയായപ്പോഴാണ് ഈ ആൾക്കൂട്ടം കണ്ടത്. അതിനു മുമ്പ് ഈ കൊച്ചിവിടെ കിടക്കും. ആ സമയത്ത് കൊച്ചിവിടെ കിടക്കുന്നതായിട്ടൊന്ന് ചേച്ചി ഇവിടെയാണ് ചേച്ചി കുളിക്കാനായിട്ട് ഇറങ്ങുന്നത്? ഇവിടെയാണ് കുളിക്കാൻ ഇറങ്ങുന്നത്. ചേച്ചി ഏത് സമയത്താണ് കുളിക്കാനായിട്ട് ഇറങ്ങുന്നത്? ചേച്ചി 6 മണിക്ക് അന്ന് ഇവിടെ ഈ സംഭവം നടന്ന സമയത്ത് ചേച്ചി ഇവിടെ കുളിക്കാനായിട്ട് ഇറങ്ങിയിരുന്നോ? സുഹൃത്തുക്കളെ, അതായത് ചേച്ചി ഈ അപകടം നടക്കുന്ന ആ സമയത്ത് ചേച്ചി ഇവിടെ കുളിക്കാനായിട്ട് ഇറങ്ങിയായിരുന്നു. 6 മണിക്ക് ചേച്ചി രാവിലെ മുതൽ ഉച്ച 2 മണി വരെ അല്ലേ ചേച്ചി? 2 മണി വരെ ചേച്ചി ജോലിക്ക് പോയായിരുന്നു. ഈ 2 മണി കഴിഞ്ഞ് ചേച്ചി ഇവിടെ വന്നിട്ട് ഈ വഴിക്കാണ് ചേച്ചി കുളിക്കാനായിട്ട് ഇറങ്ങുന്നത്. ഈ തൊട്ട് മുകളിലാണ് ചേച്ചി താമസിക്കുന്നത്. ചേച്ചി ഇവിടെ 6 മണിക്ക് ഇവിടെ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഈ കുട്ടി ഇവിടെ ഇല്ലായിരുന്നു. ഇതിനെ സംബന്ധിച്ച് ഈ മുട്ടം പോലീസ് സ്റ്റേഷൻ, മുട്ടം പോലീസ് SI ഈ കാര്യങ്ങള് ഇതിനെ സംബന്ധിച്ച് യാതൊരു കാര്യങ്ങളും വിശദമായൊരു കാര്യങ്ങളോ അന്വേഷണമോ യാതൊന്നും ഇല്ലാതെ വെറുതെ സർക്കാരിന്റെ വേതനം പറ്റി ചുമ്മാ സ്റ്റേഷനിൽ ഇരിക്കുവാന്ന് ഞാൻ പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു റിപ്പോർട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഈ മുട്ടം സ്റ്റേഷനാണ് ചേച്ചി, മുട്ടം സ്റ്റേഷൻ SIക്ക് സാധിച്ചിട്ടില്ല. ഇത് വളരെ ആഭാസത്തരമാണ്. ഇതിനെ സംബന്ധിച്ചൊരു നല്ലൊരു അന്വേഷണം നടത്താനുള്ള ഉത്തരവാദിത്വം ഈ പോലീസിനുള്ളതാണ്. കേരളത്തിൽ ഇതുപോലെ ഒരു കൊച്ച് മരണപ്പെട്ടിട്ട്, ഒരു 19 വയസ്സുള്ള കൊച്ച് മരണപ്പെട്ടിട്ട് അതിനെ സംബന്ധിച്ച് വേണ്ട രീതിയിലുള്ള അന്വേഷണം നടത്താതെ ഈ സർക്കാർ, അതായത് ഈ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ഈ SI എന്തിനാണ് ഇവിടെ ഈ സ്റ്റേഷനെ മുട്ടം സ്റ്റേഷൻ നിലനിൽക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിനുള്ള ശക്തമായ പ്രതിഷേധം ഈ ചാനൽ കാണുന്ന ആൾക്കാര് ചോദിക്കുക തന്നെ. ഒരു മാറ്റവും ഇല്ല. ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ വീഡിയോ കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ജനങ്ങളുടെ ശക്തമായ പോരാട്ടങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ചേച്ചി എന്തെങ്കിലും ചേച്ചിക്ക് പറയാനുണ്ട്? ചേച്ചി എനിക്ക് ഒന്നും പറയാനില്ല. പക്ഷെ 6 മണി ആയപ്പോഴത്തേനും ഞാൻ തന്നെയല്ല ഇവിടെ കുളിച്ചിട്ട് പോയത്. കുട്ടൻ എന്ന് പറയുന്ന ആളും ഇവിടെ കുളിക്കുന്നുണ്ടായിരുന്നു. 6 മണി കുളിച്ചിട്ട് കാണാനായിട്ട് വരും ചേച്ചി. അത് ഇപ്പോഴവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ഓട്ടോ ഓടിക്കുന്ന വൈകിട്ട് ഓട്ടോ ജോലി ഓട്ടോ ഓടിക്കാത്ത രാത്രിയിലെ തൊടുപുഴയിൽ, പകലിവിടെ ഇല്ല. ഇവിടെ മൊത്തം രാത്രിയിൽ ഇവിടെ ഇല്ല. ഇവിടെ മൊത്തം മദ്യപാനികളുടെ വിളയാട്ടമാണോ ചേച്ചി? അതെയോ? കൂട്ടമായിട്ടാണ് ആൾക്കാർ വന്നേ? അവിടെ കുറെ കുടിക്കും, കുറച്ച് ഇതിലെ പോകും. അതല്ലേ? ഇതിലൊക്കെ മദ്യക്കുപ്പികൾ കിടപ്പുണ്ട്. ചേച്ചിക്ക് എന്തെങ്കിലും ഭീഷണികൾ കാര്യങ്ങളൊക്കെ വരാറുണ്ടോ ആൾക്കാരുടെ ഭാഗത്തുനിന്ന്? അതെല്ലേ? എപ്പോഴാ വരുന്നത് അറിയാൻ പാടില്ല. അതെല്ലേ? നമ്മള് സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലാൻ വരും. ചേച്ചിനെ ആരും ഒന്നും ചേച്ചിയുടെ അടുത്ത് ആരും ഒന്നും ചേച്ചി പേടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇനിയൊരു അവസ്ഥ ഈ നാട്ടിൽ, ഈ കേരളത്തിൽ ഉണ്ടാകരുത്. അതിന് നമുക്ക് അത് കാരണമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഞാൻ സന്ദർശിക്കാനായിട്ടും ഇത് വിലയിരുത്താനൊക്കെ ആയിട്ട് വന്നത്. ഇപ്പം ഈ ചെറുക്കൻകൊച്ച മുകളിൽ കിടന്നു, പെൺകൊച്ചി ഇതിലെ ഒഴുകി വന്നു, കുളിക്കാനായിട്ട് ഇറങ്ങി. കാര്യം തീർന്നല്ലോ. ഈസിയല്ല, എഴുതി വിടാനായിട്ട് എളുപ്പമാണല്ലോ. പിന്നെ അതിന്റെ സംബന്ധിച്ച് വേറെ ഒരു വാർത്തയില്ലല്ലോ. ഇവിടെ ഇങ്ങനെ വലിയ തുരങ്കങ്ങൾ പോലെയുള്ള ഗുഹകളുണ്ടെന്നും ഈ ഗുഹയ്ക്കകത്ത് ഇവിടെ വലിയ ഗുഹകളൊക്കെ ഉണ്ട്. വെള്ളം ഇറങ്ങിപ്പോയി കഴിഞ്ഞാല് പാലം അതല്ലേ ചേച്ചി, അതല്ലേ ചോദിക്കുന്നത്. ഇവിടെ എന്ത് ഇങ്ങനെ, അതായത് ചുറ്റുകുഴികളോ വല്ലോ, കല്ലിന്റെ കുഴികളോ, കല്ലിന്റെ ഇടുക്കിൽ പെട്ടുപോയി അങ്ങനെ മരിക്കാനുള്ള സാധ്യതകളോ വല്ല ഈ കുഴിയിലുണ്ടോ ചേച്ചി? നിങ്ങൾ അറിയാവോ? എന്നാലും ഇവിടെ പറ്റിക്കിടക്കുമ്പോൾ ചേച്ചി ഏരിയ കൂടെ സന്ദർശിച്ചിട്ടുള്ളതല്ലേ? ഇവിടെ എങ്ങനെ ഇറങ്ങി കുഴിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് മരിക്കാൻ സാധ്യതയുണ്ടോ? വേറൊരു കാരണമാണ് ചോദിക്കുക. എണീക്കാൻ പറ്റാതെ വരും. അല്ലാതെ വേറെ തലയൊന്ന് പാറ തെന്നി അടിച്ച് മരിക്കുക എന്നല്ലാതെ ഇങ്ങനെ ഒഴുക്കിപ്പെട്ട് മരിക്കാനുള്ള സാധ്യത ഇവിടെ ഇല്ല സുഹൃത്തുക്കളെ. കാരണം ഇവിടെ ഒരു വെള്ളം മൊത്തം ഈ ഏരിയയിൽ വെള്ളം മൊത്തം പറ്റിയാണ് കിടക്കുന്നത്. ഇതുപോലെ തന്നെ ഒഴുകി വരാനും യാതൊരു സാധ്യതയില്ല. കാരണം അങ്ങ് ആ മോളിൽ കാണുന്ന ആ കുഴിയിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകി വരാൻ യാതൊരു സാധ്യതയുമില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ അപകടം ഉണ്ടായ ദിവസം
ചേച്ചി അപകടം ഉണ്ടായ ദിവസം ഈ വെള്ളം ഇത്ര തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്? ആ വെള്ളം ഇതുണ്ടായിരുന്നുള്ളൂ. അതായത് അപകടം ഉണ്ടായ ദിവസം വെള്ളം കൂടുതലൊന്നുമില്ല. ഒരിക്കൽ കൂടി പറയുകയാണ്, ഇനി പോലീസ് ഏമാമാര് പറയുകയാണ് അന്നത്തെ ദിവസം ഇവിടെ വെള്ളപ്പൊക്കമാണെന്ന് വേണേ പറയാം. ഇപ്പം വെള്ളമില്ല, ആ സമയത്ത് നല്ല വെള്ളമായിരുന്നു. അന്നും ഇങ്ങനെ ചേച്ചി, അന്നും വെള്ളം എങ്ങനെയായിരുന്നു ചേച്ചി? അന്നും ഇതുപോലെ തന്നെയാണ് വെള്ളം. വെള്ളത്തിന് ഏറ്റക്കുറച്ചിലൊന്നും ഇല്ലായിരുന്നു. അതല്ലേ ചേച്ചി, ചേച്ചി എത്ര മിനിറ്റ്, എത്ര മണിക്കൂർ ഉണ്ടായിരുന്നു ചേച്ചി കുളിക്കാനായിട്ട്? ഏകദേശം ഒരു സമയം. അതായത് ഇവിടെ തന്നെ ചേച്ചി ഈ കൊച്ചു കിടന്നതിന് തൊട്ടടുത്ത് തന്നെ, ഈ തൊട്ട് ചേർന്ന് തന്നെ, ഒരു കയ്യെത്തുന്ന ദൂരം പോലും ഇല്ലാത്ത സ്ഥലത്താണ് ചേച്ചി. അതായത് ഇവിടെയാണ് ചേച്ചി കുട്ടികളെ, ഇവിടെയാണ് ചേച്ചി കുളിക്കാനായിട്ട്. ഈ കാണുന്നത് സോപ്പിന്റെ ഇതുണ്ടോ, സോപ്പിന്റെ സോപ്പ് പാറയിൽ അരച്ച് വെച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ചേച്ചി കുളിക്കാനിരുന്നത്. ഈ തൊട്ട് കാണുന്ന ഈ കുഴി തന്നെയാണ് ഈ കൊച്ച് ഇവിടെ ഒഴുകി വന്ന് കിടന്നത്. ഈ കുഴി തന്നെയാണ്, ഇത്ര അടുത്താണ്. ഇതിനെ സംബന്ധിച്ച് ഒരു വാർത്തകൾ ഒരു ചാനലിൽ കൂടെയും പറയാറില്ല. എല്ലാവരും ഈ സ്റ്റുഡിയോയിലിരുന്നുള്ള അലക്കല്ലാതെ ഫീൽഡിൽ വന്നിട്ട് ഒരു കാര്യങ്ങളും പറയുന്നു. ജനങ്ങളെ അങ്ങ് പറഞ്ഞു വിശ്വസിപ്പിക്കുവാണ്. അത് ഏതെങ്കിലും ഈ യാത്രയുടെ ഒക്കെ ഏതെങ്കിലും ഗ്ലോബർമാരിട്ടാക്കുന്ന ഏതെങ്കിലും വീഡിയോ കട്ട് ചെയ്തിട്ട് സ്റ്റുഡിയോയിൽ കൊണ്ടിട്ടിട്ട് ഇവർ ഈ പറച്ചിലോട് പറച്ചില്. ഈ സ്റ്റുഡിയോയിൽ നിന്ന് കുറെ മാത്രമേ ഉള്ളൂ. ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ വീഡിയോ എടുക്കാനായിട്ട് ഒരു ചാനലുകാർ ഇവിടെ വരാത്തതിൽ വളരെ വിഷമമുണ്ട്. കാരണം നമ്മളൊക്കെ ചാനലിൽ കുറച്ചൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് നല്ലൊരു വാർത്ത ഒരു ചാനലുകാരൻ ചെയ്യുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകില്ലായിരുന്നെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ഇവിടെയാണ് ഈ കൊച്ചു വന്ന് വീണത്. ഒരു ചാനലുകാർ വന്നില്ല ചേച്ചി ഇവിടെ? ചേച്ചി ഏതെങ്കിലും ചാനലുകാർ ഇവിടെ വന്നായിരുന്നോ? ഇവിടെ ഒരു ചാനലുകാർ വന്നൊരു വാർത്ത എടുത്തിട്ടില്ല. എന്തോ ചാനലുകാർ ആരും വന്ന് ഇവിടെ ഈ തൊട്ടുകരയിലെ ഏറ്റവും അടുത്തായി താമസിക്കുന്ന ഈ ചേച്ചിയാണ്. ചേച്ചിയോട് ഒരു കാര്യങ്ങൾ വന്ന് ചോദിച്ചിട്ടില്ല അല്ലേ ചേച്ചി? 6 മണിക്കില്ല ഇവിടെ. കൊച്ചിവിടെ വീണിട്ടില്ല. 6 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ 6 മണിക്കാണ് ഇവിടെ കുളിക്കാൻ വരുന്നത്. ഞങ്ങൾ 2 പേര് കുളിക്കുന്ന സ്ഥലമാണിത്. ഞാനും ഓട്ടോ ഓടിക്കുന്ന അക്കൂട്ടനും കുളിക്കുന്ന സ്ഥലമാണിത്. ഇവിടെ 6 മണിക്ക് ശേഷമാണ് വന്നിട്ടുള്ളത്. 6 മണിക്ക് മുമ്പ് വന്നിട്ടില്ല. മുങ്ങിമരണം എന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. കുറച്ച് ആൾക്കാർ വന്നിട്ട്, അതായത് ഒരു ജനക്കൂട്ട ആക്രമണം പോലെ വന്നിട്ട് ഈ പിള്ളേരെ വെള്ളത്തിൽ മുക്കി പിടിച്ച് കൊന്നു കഴിഞ്ഞാലും ഈ കാണുന്ന റിപ്പോർട്ടൊക്കെ വരുള്ളൂ. അത് ആർക്കും ഊഹിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഈ കേസ് അവിടെ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണ കാര്യങ്ങളോ ഈ തൊട്ടടുത്ത് ഈ കാണുന്ന വീട്ടിൽ വന്നിട്ട് ഈ ചേച്ചിയോട് പോലും, ഏറ്റവും അടുത്തുള്ള ഈ അയൽവാസിയുടെ ഈ ചേച്ചിയോട് പോലും ഈ മുട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI വന്ന് ഇവിടെ ഒരു കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല. വളരെ മോശം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. തീർച്ചയായിട്ടും നമ്മൾ പറയണ്ടല്ലോ. ഇത് ഇനി ഇതുപോലെ തന്നെ ആവർത്തിക്കപ്പെടും, ഉറപ്പാണ്. കാരണം ഇങ്ങനെയുള്ള ഈ ഒരു കാര്യങ്ങള് വ്യക്തമായിട്ട് അന്വേഷിച്ച ഒരു നല്ല രീതിയിലുള്ള തീരുമാനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും ഇതുപോലെ കേരളത്തില് പല ഭാഗത്തും ഇതുപോലെ തന്നെയുള്ള അപകടങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. എന്താണേലും വളരെയധികം ഖേദം ഞാൻ രേഖപ്പെടുത്തുന്നു. ഇവിടെ നിയന്ത്രണം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഈ ആൾക്കാർ വന്ന് ഇങ്ങനത്തെ പണി കാണിക്കുന്നത്. അതല്ലേ? ഇവിടെ യാതൊരു നിയന്ത്രണവും ഇല്ല. അവിടെ ഇത് ക്യാമറ എന്തോ പോലീസുകാർ തങ്ങാറുണ്ടല്ലേ? ചുമ്മാ വന്ന് പോകുന്നുള്ളൂ അവര് രാത്രി സമയത്തൊക്കെ പോലീസ് ഇവിടെ വരാറുണ്ടോ? ഈ പെൺകൊച്ചിനെ രാത്രിയിലാണോ ഈ ഇവിടുന്ന് പൊക്കിയെടുത്തത്? അതെ ചേച്ചി കണ്ടായിരുന്നോ? ഈ കൊച്ചിനെ അടുത്ത് കണ്ടായിരുന്നോ? ഈ കൊച്ചി ഈ പോലീസുകാർ അതിലൂടെ ഇറങ്ങി വരുന്നു. അപ്പൊ ഈ സാർമാർ ഈ ഇരുട്ടത്ത് എങ്ങോട്ട് പോണ ഈ ഇഞ്ചമൂടിനകത്തോടെ നോക്കുന്നുണ്ട്. ഇവിടെ പെരുമ്പാമ്പിന്റെ ഇതിന്റെ ഒക്കെ ഇതുള്ള അപ്പൊ ഇതെങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേനാണോ ഇവിടെ വന്ന് ആൾക്കാരെല്ലാം കൂടി ഈ കൊച്ചു കുളിക്കാൻ ഈ ചെറുക്കൻ കൊച്ചിനെ ചേച്ചി കണ്ടായിരുന്നോ? ചെറുക്കൻ കൊച്ചിനെ ഞാൻ കണ്ടില്ല. ചെറുക്കൻ കൊച്ചു അവിടെ കിടന്നാ പറയണേ. ഈ ചെറുക്കൻ കൊച്ചിനാണ് ആദ്യം എടുത്തത്. ചെറുക്കൻ കൊച്ചിനെ പകലാണ് എടുത്തത്. അത് സന്ധ്യാറായപ്പോഴേ കൊണ്ടുപോയത്. അതല്ലേ? രാത്രിയുടെ മറവ് പറ്റിയാണ് ഈ കൊച്ചിനെ പൊക്കി എടുത്തത്. ആണെങ്കിലും രണ്ടുപേരും സന്ധിക്കാറുണ്ടായിരുന്നു. ഈ കൊച്ചിന് വസ്ത്രം ഇല്ലെന്ന കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ ചേച്ചി. അതിനെപ്പറ്റി എന്തെങ്കിലും ചേച്ചി ഒരു സൂചന പറയാനായിട്ടുണ്ടോ? വസ്ത്രം ഇല്ലാന്നാണ് ഇങ്ങനെ ആൾക്കാർ പറയുന്നത്. എനിക്ക് അതിനെപ്പറ്റി സൂക്ഷിച്ച് അറിയത്തില്ല. പക്ഷെ മുക്കിയെടുത്ത ചേട്ടന്റെ മുണ്ട് പറിച്ചിട്ട് പുറത്തിട്ടാ കൊണ്ടുപോയെന്ന് തന്നെ. അതല്ലേ?
ചേച്ചി ഈ കൊച്ചിനെ നേരത്തെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെ കണ്ടിട്ടുണ്ട്? അവരിവിടെ വരാറുണ്ട്, അവിടെ വരാൻ കുളിക്കാറൊക്കെ ഉള്ളതാ. ഇവിടെ വന്ന് കുളിക്കാറുണ്ട്? ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ടോ? എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ? ഇവിടെ ഒരു 3-4 പ്രാവശ്യം കണ്ടു. അന്ന് വേണ്ടിയിട്ടുണ്ടോ? പിന്നെ ഇവിടെ എത്ര വർഷമായി പഠിക്കാൻ? 2 വർഷമായിരുന്നു. ഈ കൊച്ചിന്റെ പേരറിയാവോ? പേര് പറഞ്ഞാൽ ഞാൻ ചോദിച്ചില്ല. വന്ന് വരുമ്പോ ഇവിടെ ഒന്ന് വിളിക്കാറുണ്ടോ? ചേച്ചിയെന്ന് വിളിക്കാറുണ്ടോ? അതെ, റോഡ് അല്ലെ മൂളിക്കൂടെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ വിളിക്കും. ചേച്ചിയെന്ന് വിളിക്കുവോ? മിഠായി അങ്ങനെ വല്ലതും തന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തന്നിട്ടില്ല. ഈ ചെറുക്കൻ കൊച്ചിനെ കണ്ടിട്ടുണ്ടോ? ചെറുക്കൻ കൊച്ചുണ്ട് കൂടുതൽ. അതും ഒരു വണ്ണം കുറഞ്ഞ പയ്യനാണ്. ഈ ചെറുക്കൻ കൊച്ചിനെ ഇതിനു മുമ്പ് ചേച്ചി മരിക്കുന്നതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? ഈ പെങ്കൊച്ചിന്റെ കൂടെ ഉണ്ട്. ഈ പെങ്കൊച്ച് വരുമ്പോഴേ ഈ ചെറുക്കൻ വരുള്ളൂ. ഇവരെങ്ങനെയാ വന്നേ? നടന്നു വരും. നടന്നാണ് വരാറുള്ളത്. അപ്പൊ ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് ചേച്ചി? ഞാൻ 4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. 4 പ്രാവശ്യം. അതായത് ഈ ചേച്ചി 4 പ്രാവശ്യം അവിടെ നോക്കി 4 പ്രാവശ്യം ഈ മരിച്ച ഈ ചെറുക്കൻ കൊച്ചിനെയും ഈ പെൺകൊച്ചിനെയും ചേച്ചി 4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള വാർത്തകൾ ഒരു ചാനലുകാർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതിൽ അതിയായ ഖേദമുണ്ട്. സ്റ്റുഡിയോയിലിരുന്നിട്ട് ഈ ഇഴുപ്പലപ്പത്തിൽ നടത്തിയിട്ട് യാതൊരു കാര്യങ്ങളുമില്ല. നിങ്ങൾ വാർത്ത എടുക്കുകയാണെങ്കിൽ വ്യൂസ് കിട്ടാനായിട്ട് നിങ്ങൾ ഫീൽഡിൽ തന്നെ പോകണം. ഫീൽഡിൽ പോയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് പറയുക. അല്ലാതെ ഈ ഉണക്കമരത്തിന് കയ്യും കാലും വെക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് ചുമ്മാ ഇട്ടുകൊടുത്ത് ജനങ്ങളെ പൊട്ടം കളിപ്പിക്കുന്നത് ഇതിനും വേറെ ഇങ്ങനെയുള്ള തൊഴിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും വല്ല കൂമ്പെടുത്ത് കളിക്കാൻ പോകാനാണ് ചാനലുകാരോട് ഞാൻ പറയുന്നത്. എന്തോ കൊച്ചാ അവർ തന്നെയല്ല പലരും കയറാറുണ്ട്. എനിക്ക് മനസ്സിലായി. ഒന്നോടൊന്ന് പറഞ്ഞു ചേച്ചി. ആ കാണുന്ന കാട്ടില് അവിടെ പാറയുണ്ട്. ആ പാറ പല ആൾക്കാരും കാണാറുണ്ട്. ഞാൻ ശ്രദ്ധിക്കാറില്ല. ഈ പെൺകുച്ചും പോയിരിക്കാറുണ്ടോ? അവിടെ ഞാൻ പോയിരിക്കാറ്. ഈ ചെറുക്കനും പെണ്ണോടെ ഈ മരിച്ച 2 പിള്ളേരുണ്ടല്ലോ, ഈ മുട്ട എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന മരിച്ച 2 പിള്ളേര്, ഈ 2 പിള്ളേര് ചേച്ചി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടോ? ഞാൻ 4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പം ചേച്ചി മിണ്ടിട്ടുണ്ടോ അവരോട്? ചേച്ചിയോട് എന്താ അവര് ചോദിക്കുന്നത്? അവര് വെള്ളം കുടിക്കാൻ ചോദിക്കും. വെള്ളം ഇത് നല്ല വെള്ളമാണോ കുടിക്കാനെന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ചേച്ചി വെള്ളം കൊടുക്കാറുണ്ടോ? വെള്ളം ഞങ്ങൾക്ക് മുകളിലുണ്ട്, ഉറവയുണ്ട്. അവിടെ ഞാൻ വെള്ളം കൊണ്ടുവരും. ആ വെള്ളം പിള്ളേര് കുടിക്കാറുണ്ട്. കുപ്പിയിൽ വെള്ളം കൊണ്ടു കൊടുക്കും. ഈ ചെറുക്കൻ കൊച്ചും കാണാറുണ്ടോ? വരുമ്പോ എല്ലാ പ്രാവശ്യവും അവര് നല്ല ആത്മാർത്ഥമായിട്ടാണ് നമ്മളോട് പെരുമാറുന്നത്. അതെ അല്ലേ? അവർ രണ്ടുപേരും ഈ കണ്ട നാളുകൾ മുതൽ ഈ ചെറുക്കൻ കൊച്ചും പെൺകൊച്ചും ഉണ്ടോ? 2 പേരും ഒന്നിച്ചാണോ? അതെ അല്ലേ? ഇവര് എങ്ങനെയാ വന്നത്? എങ്ങനെയാ നടന്നാ വരുന്നല്ലേ? സ്കൂൾ ബാഗ് ഉണ്ടോ? കയ്യിലുണ്ടോ? അന്ന് വന്നപ്പോ ഉണ്ടോന്ന് എനിക്കറിയില്ല. ആ ബാഗ് അവിടെ വെച്ച് കണ്ടു എന്നാണ് ആൾക്കാർ. എത്ര മണിക്കൂർ ഇവര് വരുന്ന സമയങ്ങളൊക്കെ ഇവിടെ ചെലവഴിക്കാറുണ്ട്? ഇവര് കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോകും. ഒരു 2-3 മണിക്കൂറൊക്കെ ഇവിടെ തങ്ങാറുണ്ടോ? ഇല്ലില്ല, കൂടിപ്പോയ 1 മണിക്കൂർ അല്ല 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട്. അന്ന് രാവിലെ 7 മണിയായപ്പം ഈ കോളേജിൽ നിന്ന് ഇറങ്ങി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയെന്നാണ് പറയുന്നത്. അതിനുശേഷം ഇവിടെ ചെലവഴിച്ചെന്നാണ് പറയുന്നത്. ഇല്ല 7 മണിക്കൊന്നും അവരോട് വന്നിട്ടൊന്നുമില്ല. ഇവിടെ വന്നിട്ടില്ല. കാരണം 7 മണിക്ക് 8 മണി. ചേച്ചി എത്ര മണി വരെ ഉണ്ടായിരുന്നു ഇവിടെ? ഞാൻ 8:30 ആകുമ്പോഴാണ് ഇവിടുന്ന് പോകുന്നത്. 2:30 തിരിച്ചു. അപ്പം ഏത് വഴിയാണ് ഇവര് വന്ന വഴിക്കാണ്? ഏത് വഴിക്കാണ് പിള്ളേര് വന്നേ? വന്ന വഴിക്കാൻ ഞാൻ അങ്ങോട്ട് പോകും. ഈ വന്ന വഴിക്കാണോ? ആ വഴി തന്നെ ഞങ്ങൾ വന്നത്. അതായത് ടാർ ചെയ്യാത്ത കട്ടറുള്ള വഴി. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിള്ളേര് വരുന്നുണ്ടെങ്കിൽ വഴിയിലെങ്കിലും വെച്ച് ചേച്ചി കാണണ്ടാണല്ലോ. കണ്ടില്ല. അവര് 8:30 അവര് വേറെ എവിടെയെങ്കിലും പോയി വല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ വന്നതാണെന്ന് തോന്നുന്നു. പക്ഷെ ചെയ്തത് കഷ്ടമായി. ചേച്ചിക്ക് എന്താ ചേച്ചി തോന്നുന്നത്? ഇത് എന്നാ ചേച്ചിക്ക് തോന്നുന്നത്? ചേച്ചി തുറന്നൊന്ന് പറയാം. ഇത് ഈ ഒരു അപകടമരണമായിട്ട് ചേച്ചിക്ക് ഇത് തോന്നുന്നുണ്ടോ? ഇതിന്റെ അകത്ത് മുറിവുണ്ടോന്ന് എനിക്ക് അറിയില്ലല്ലോ. എന്തോ മുറിവ് വല്ലതും ഉണ്ടോന്ന് അറിയില്ലല്ലോ. പോസ്റ്റ്മോർട്ടം പറഞ്ഞില്ലയോ? പോസ്റ്റ്മോർട്ടത്തില് വെള്ളം കുടിച്ച് മരിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടിന്റെ അകത്തുള്ളത്. വെള്ളത്തിൽ വല്ല കാര്യം കണ്ടേച്ച് മുക്കിയതായിരിക്കും എന്ന് പറയാണ്. ഇവിടെ ഒരു ഡെമ്മി പരീക്ഷണം നടത്തി കഴിഞ്ഞാലും ഇവിടെ ഡെമ്മി ഇങ്ങോട്ട് ഒഴിവ് വരത്തില്ല. ഡെമ്മി ഒരു കാരണവശാലും ഇങ്ങോട്ട് ഒഴിവ് വരത്തില്ല. അവിടെ തങ്ങി നിൽക്കല്ലേ ചേച്ചി? ഞാൻ സിനിമയിലൊക്കെ ഡെമ്മി പരീക്ഷണം കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ മുട്ടം പോലീസ് ഒരു ഡെമ്മി ഉണ്ടാക്കിയിടുന്ന ഒഴുക്കി വിടട്ടെ. ഇവിടെ വന്നിരുന്ന് ചാടിക്കുന്നത് കാണുവാണെങ്കിൽ ഉണ്ടല്ലോ, പോലീസിന് പറയുന്ന പൈസ ഞാൻ കൊടുക്കാം. ഞാൻ പറയാം. ഈ ചേച്ചി പറയുന്നത് ഈ പെൺകൊച്ചും ഈ ചെറുക്കൊച്ചുകൂടെ ഇവിടെ ഒരു പാറയുണ്ട്. ആ പാറയുടെ അവിടെ പോയി ഇരിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയി ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചത്. തൊടുപുഴ മുട്ടം MG എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ വിദ്യാർത്ഥികളായ ഡോണർ ഷാജിയും അതുപോലെ തന്നെ അക്സാർ റജിയും സ്ഥലമാണ്. ചേച്ചി
ഇവിടെയാണോ? ആ സുഹൃത്തുക്കളെ, ഈ ചേച്ചി പറയുന്നത് ഈ പിള്ളേർ ഇവിടെ വന്നിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഈ കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്ന് ഇരിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഇത് ഈ പാറയിലൊക്കെ ഇങ്ങനെ വന്ന് ഇവിടെയൊക്കെ വന്ന് ഈ പല പ്രാവശ്യം ഇരിക്കുന്നത് 3-4 പ്രാവശ്യം ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ പിള്ളേർ ഇവിടെ വന്ന് ഇരിക്കാറുള്ളതാണ്. ഈ കാണുന്ന സ്ഥലത്ത് കേട്ടോ. ഒരു ചെറിയൊരു മോളെല്ലാം ഇതുപോലെ തന്നെ ഒരു അടഞ്ഞു മൂടി കിടക്കുന്ന ഒരു പള്ളക്കാടാണ്. ഈ പള്ളക്കാടിൻ്റെ അകത്ത് വന്ന് ഈ പിള്ളേർ ഇവിടെ വന്ന് തങ്ങാറുണ്ടെന്നാണ് പറഞ്ഞത്. ഇതാണ് സ്പോട്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ കാണുന്ന സ്ഥലത്താണ്, ഒരിക്കൽ കൂടി പറയാം, ഞാൻ കാണുന്ന സ്ഥലത്താണ് ചേച്ചി കുളിക്കാൻ ഇറങ്ങിയത്. ഇവിടെയാണ് ഈ കൊച്ചു വന്ന് ചാടിയെന്ന് പറയുന്നത്. 6 മണിക്ക് ശേഷം ഈ വെള്ളത്തിൽ ഒരാൾ പോയിട്ട് അടുത്ത ആൾ വെള്ളത്തിൽ ചാടണമെങ്കിൽ ആ കരയുന്ന അപകടം പറ്റിയതാണ്. കരഞ്ഞാൽ എനിക്ക് കേൾക്കാം. 6 മണിക്കല്ലേ കൊച്ച് 2 മണിക്ക് ബസ് കയറി പോകാനായിട്ട് ബസ് ബുക്ക് ചെയ്തായിരുന്നു പറയുന്നത് അല്ലേ? യാതൊരു സൗണ്ടും ഇല്ലായിരുന്നു. ഇവിടെ ഒരു ഉരല് പോലെ വന്ന് കിടപ്പുണ്ടല്ലോ ചേച്ചി, ഇതെന്താ ചേച്ചി സംഭവം? അമ്പലത്തിന്റെ എന്തെങ്കിലും ഇതാണോ? അതെല്ലേ. സുഹൃത്തുക്കളെ, ഈ ചെറുങ്ങൂച്ചൻ മരിച്ചു കിടന്ന സ്ഥലം ഇതാട്ടോ. ഈ കാണുന്ന സ്ഥലത്താണ് മരിച്ചു കിടന്നതെന്ന് പറയുന്നത്. ചെരുപ്പ് പോറി മുറിഞ്ഞ് കീറിയേക്കണ ചെരുപ്പാട്ടോ. പോറി മുറിഞ്ഞ് കീറിയേക്കണ ചെരുപ്പ് അതുണ്ടോ? സുഹൃത്തുക്കളെ, മുള്ളിരിങ്ങാട് ഒരു ആന ചവിട്ടി ഒരാളെ കൊണ്ടുണ്ട്. എൻ്റെ വാർത്താകാരങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ വീണ്ടും ഇതിനെ സംബന്ധിച്ചുള്ള വാർത്തകളുമായിട്ട് വീണ്ടും വരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.